ബാധിച്ച് എത്രയോ പേര് മരണപ്പെട്ടു പോയി. അതാ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ മറ്റൊരു ഹദീസ് നോക്കിയാൽ കാണാ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ ഖബറിന്റെ തീരത്തിലൂടെ നടന്നു പോകുമ്പോ, ഖബറിന്റെ അരികത്തിലൂടെ നടന്നു പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടതാ ഇവരതാ വിളിച്ചു പറയുകയാണ്, ഇവര് പറയുകയാണ്, നിങ്ങൾ എന്ത് ഭാഗ്യവതികളാ, ഈ കാലഘട്ടം കാണാതെ തന്നെ നിങ്ങൾ മരിച്ചു പോയില്ലേ, ഞാനും മരിക്കാൻ മോഹിക്കുകയാണ്. അല്ലാഹുവേ, എളുപ്പം നിന്റെ അരികിലേക്ക് നീ വിളിക്കണേ അല്ലാ. ഇന്നത്തെ മക്കളുടെ തോന്നിവാസം കാണാൻ കഴിയുന്നില്ല റബ്ബേ. ഖബറിന്റെ അരികിലൂടെ അന്നത്തെ ജനങ്ങൾ നടന്നു പോകുമ്പോ അവര് വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശമുള്ള ചെറിയ അടയാളങ്ങളൊക്കെ ആയി അല്ലേ. ഇനി നമ്മൾ ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഭൂമികൾ കിടുകിടാ വിറയ്ക്കപ്പെടുന്ന ഒരു കാലം വരും. ഇങ്ങനെ ഭൂമികൾ കിടുകിടാ വിറയ്ക്കുകയും അതിലൂടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കടന്നു വരുമ്പോ മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടാവും. ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടാകുമ്പോ മുസ്ലിം സമുദായത്തിന്റെ നേരെ ഒരുപാട് അക്രമികൾ ഉണ്ടാവും. അന്ന് മുസ്ലിം സമുദായത്തെ ആക്രമിക്കപ്പെടുന്ന നാളിലാണ് എന്റെ കുടുംബത്തിൽ നിന്നും ഒരാള് പുറപ്പെടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആളെന്ന് നമുക്ക് പഠിക്കണ്ടേ? ആരാണ് ആളെന്ന് നമുക്ക് പഠിക്കണ്ടേ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഇമാം മഹദി അരാജകത്വം ഉണ്ടാകുമ്പോൾ, മുസ്ലിമിന് നേരെ ഒരുപാട് അക്രമങ്ങൾ ഇറങ്ങുമ്പോൾ ഇമാം മഹദി പുറപ്പെടുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ അതാ ഇമാം മഹദിയെ പറ്റി പഠിപ്പിക്കുകയാണ്.